ഗൈസ്, ഞാനിന്നൊരു പടം കണ്ടു. പടം റിലീസായിട്ട് ഏതാണ്ട് 10 ദിവസത്തോളമായി. റിലീസായ ദിവസം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള തംബ്നെയിലോടുകൂടി കുറേ റിവ്യൂസിൻ്റെ വീഡിയോസ് നമ്മുടെ മുന്നിൽ വന്നിരുന്നു. പക്ഷേ ഒരു പ്രോമിസിങ് സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ശേഷം ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കമൻറ്റ് കണ്ടു ഈ സിനിമയെ പറ്റി. നിങ്ങൾ ഇത് OTTയിൽ ഇറങ്ങിയാൽ വലിയ പടമായിട്ടും അണ്ടർ റേറ്റഡ് ആയിട്ടൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഞാനത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ ഇന്ന് രാവിലെ ആ സിനിമയുടെ ഒരു സ്നീക്ക് പീക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് 3-4 കോളേജ് പിള്ളേർ, അവരുടെ ഒരു മാഷ്, കോളേജിൽ തന്നെയുള്ളൊരു മാഷ്, അവർ സംശയത്തോടെ നോക്കിക്കാണുന്നു. ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദാറ്റ് ഗൈ. അതാണ് ആ സ്നീക്ക് പീക്ക് കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റുഡൻസ് പറയുന്നത് അയാൾ സാധാരണക്കാരനല്ല, അയാളുടെ അടുത്ത് എന്തോ ഒരു സംതിങ് പ്രത്യേകത ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു സംഭവം കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. പക്ഷെ പടം ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷെ ആദ്യമേ പറയാം, ഇതൊരു സാധാരണ സിനിമയല്ല. ഇതിൻ്റെ കഥ പോകുന്നത് സാധാരണ രീതിയിലല്ല. ഞാൻ ഈ അടുത്ത് അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമയെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കഥകൾ, അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ചോദ്യമില്ല, അങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു അതെന്ന്. അതേപോലെ ഒരു സിനിമയാണ് ഇതും. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത്, നമുക്ക് നമ്മുടെ പഴയ 2010 സുരാജ് ഉണ്ടായിരുന്നില്ലേ, മൂപ്പര് അതേപോലെയുള്ള ചില ഐറ്റംസ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ തമിഴ് സിനിമയിൽ കാണുന്ന ഒരു സംഭവമാണ്, പഴയ റെട്രോ സോങ്സ് എടുത്ത് ഒരു സിനിമയിലിട്ട് അത് കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ ഇടുമ്പോൾ നമുക്കൊരു ആവേശം കിട്ടുന്നത്. അതേ പരിപാടി, ഒരു പഴയ ഒരു ഹിറ്റ് ഗാനം ഈ സിനിമയിൽ കറക്റ്റ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. സോ ലോജിക്കല്ല, മാജിക്കാണ്. പക്ഷേ ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം.